ഈ കാണുന്ന ടയറിൽ നിന്ന് മാറ്റി അപ്ഡേഷൻ ചെയ്യുവാനായിട്ട് പാടില്ല. അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സി പർപ്പസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് കിലോമീറ്റർ വേരിയേഷൻ വരുവാനും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, പലരും വാഹനം സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ ശേഷം ടയറിൻ്റെ സൈസും അതുകൂടാതെ തന്നെ ഡിസ്ക് സൈസും അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. ഒരു കാരണവശാലും നമ്മളത് ചെയ്യാൻ നിൽക്കരുത്. ഇതിൽ സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഡിസ്കിൻ്റെ സൈസ് കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഹൗസിങ്ങിൻ്റെ പൊക്കം കുറയുകയും ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഹൗസിങ്ങിൻ്റെ അടിഭാഗം തട്ടിയിട്ട് ഓയിൽ കനിവ് വരുവാനായിട്ടുള്ള, അതായത് ഹൗസിംഗ് ഓയിൽ ലീക്ക് വരുവാനായിട്ടുള്ള സാധ്യതയും അതിൻ്റെ ഡ്രൈനട്ട് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അത് ഒന്നാമത്തൊരു പ്രധാന പോയിൻറ്റ്. രണ്ടാമത്തൊരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്, ഡിസ്ക് സൈസ് കുറയ്ക്കുന്നത് കൂടാതെ തന്നെ പലരും ടയർ സൈസ് കുറയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ടയർ സൈസ് കൂട്ടാറുണ്ട്. ടയർ സൈസ് കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ കിലോമീറ്ററിൻ്റെ വേരിയേഷൻ, അതായത് ഒരു 100 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ചിലപ്പോൾ അത് 8 കിലോമീറ്റർ വരെ കൂടുതൽ കാണിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടയർ സൈസ് കൂട്ടുമ്പോഴും ഈ ഒരു പ്രശ്നം നിലവിലുണ്ട്. അതായത് ടയർ സൈസ് കൂട്ടുമ്പോഴെന്ന് പറയുന്നത് ടയറിൻ്റെ വീതിയും പൊക്കവും കൂട്ടുന്ന സമയത്ത്, ഇത് ടയറിൻ്റെ പൊക്കമാണ് ഈ ഭാഗം, അതുകൂടാതെ തന്നെ വീതിയും വരുന്നുണ്ട്. വീതി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പലരും ടയർ ബോഡിയിൽ നിന്ന് ഇറക്കിയൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഇറക്കി ഇടുന്ന സമയത്തും പൊക്കം കൂടുന്ന സമയത്തും കിലോമീറ്റർ വേരിയേഷൻ വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ വാഹനം പലരും സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തതിന് ശേഷം ഇതേപോലെ കമ്പനി പ്രൊഫൈലും കമ്പനി ഡിസ്കും കമ്പനി വീൽ കപ്പും ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. അതിനെ മാറ്റിയിട്ട് അലോയ് കയറ്റാറുണ്ട്. അലോയ് കയറ്റുന്ന സമയത്ത് പറ്റുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഡിസ്കിൽ നിന്ന് ടയർ ഇളക്കുന്ന സമയത്ത് ടയർ ഉടഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലരും അത് എന്താണെന്ന് മനസ്സിലാക്കാതെ ടയറിൻ്റെ കംപ്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണെന്ന് കരുതിയിട്ട് വീൽ ബെയറിംഗ് അഴിച്ച് ചെയ്തവരുണ്ട്, ഹൗസിംഗ് അഴിച്ച് പണി ചെയ്തവരുണ്ട്, അതുകൂടാതെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ പണി ചെയ്തവരുണ്ട്. എന്താണ് സാധ്യതയെന്ന് മനസ്സിലാവാതെയാണ് ചെയ്യുന്നത് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതുപോലെ കമ്പനി ടയർ പ്രൊഫൈലാണ്. ഇത് കമ്പനി ഡിസ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈ കാണുന്ന ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. മുൻകാലങ്ങളിൽ നമ്മുടെ വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടിയും സാധാരണ കമ്പനി പറയുന്ന ഡിസ്ക് സൈസും അതേ സെയിം ടയർ പ്രൊഫൈലും മാത്രമേ നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. രണ്ടാമത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ടാക്സി പർപ്പസിന് യൂസ് ചെയ്യുന്ന പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ടാക്സി പർപ്പസിന് ഈ വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് ടയറിൻ്റെ പൊക്കം വ്യത്യാസം വരികയാണെങ്കിൽ കിലോമീറ്ററിന് നല്ല രീതിയിലുള്ള വേരിയേഷൻ വരാം. അതുകൂടാതെ തന്നെ ടയറിൻ്റെ സൈസ് കൂട്ടുകയാണെങ്കിൽ കിലോമീറ്റർ നല്ല രീതിയിൽ കുറഞ്ഞുമിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക് സൈസൊക്കെ വ്യത്യാസം വരുമ്പോൾ അതിൻ്റേതായ കിലോമീറ്റർ വേരിയേഷൻ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ടയറിൻ്റെ പൊക്കത്തിൻ്റെ അതേ രീതി തന്നെയാണ് നമ്മുടെ ഡിസ്കും വരുന്നത്. അപ്പോൾ ഡിസ്കിൽ മാറ്റം വരുത്തിയാലോ അല്ലെങ്കിൽ ടയറിൽ മാറ്റം വരുത്തിയാലോ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ, കിലോമീറ്റർ വേരിയേഷനും അതുപോലെ തന്നെ ഹൗസിങ് ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇടിക്കുവാനും, പൊക്കം കുറഞ്ഞ കാര്യമാണ് പറയുന്നത്, പൊക്കം കൂട്ടിയാലും ഇതേ സാധ്യത തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും കമ്പനി അവകാശപ്പെടുന്ന ടയറും അതുപോലെ തന്നെ ഡിസ്ക് പ്രൊഫൈലും, ടയർ പ്രൊഫൈലും ഡിസ്കും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പലരും ഇതുപോലെ ചോദിക്കുന്നുണ്ട്, ഇന്നോവയുടെ ടയർ തവേരയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ വ്യത്യാസം വരുമോ? തവേരയുടെ ടയർ മാറി മറ്റേതെങ്കിലും വാഹനത്തിന് ഇട്ട് കഴിഞ്ഞാൽ വ്യത്യാസം വരുമോ? സൈലോയുടെ ടയർ ഇട്ട് കഴിഞ്ഞാൽ വ്യത്യാസം വരുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിനെല്ലാം വരുന്നത് 15 ഇഞ്ച് ഡിസ്ക്കാണ് വരുന്നത്. പക്ഷേ ടയറിൻ്റെ പ്രൊഫൈലിന് വ്യത്യാസമുണ്ട്. അതായത് സൈലോയ്ക്ക് വരുമ്പോൾ 215 70-16 ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 70-15 ആയിരിക്കും വരുന്നത്. ചില ഇന്നോവയ്ക്ക് 225 65-15 വരുന്നുണ്ട്. പിന്നെ ചില തവേരയ്ക്കും ഇതേ സെയിം ടയർ പ്രൊഫൈൽ ഇടാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം കിലോമീറ്റർ വേരിയേഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കത് അറിയില്ല. അത് ഓടിക്കുന്നവർക്ക് മാത്രമേ അത് പറയുവാനായിട്ട് സാധിക്കുള്ളൂ. നിലവിൽ തവേരയ്ക്ക് വരുന്ന ടയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ 205 65 15 നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. 205 65 15 സൈസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ വാഹനത്തിൽ ടയർ മാറുന്ന സമയത്ത് മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും ഒരേ കമ്പനി ടയർ തന്നെ ഇടുവാനായിട്ട് ശ്രദ്ധിക്കണം. അത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഗ്രിപ്പിങ്ങിനും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിക്കും വ്യത്യാസം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ചിലർ പിന്നിൽ ഏതെങ്കിലും ഒരു കമ്പനി ടയറായിരിക്കും ഇടുന്നത്, മുന്നിൽ ഏതെങ്കിലും ഒരു കമ്പനി ടയറായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ പിന്നിൽ ഈ ഭാഗമൊക്കെ ചെത്തിപ്പോയ ടയറായിരിക്കും പിന്നിലൊക്കെ ഇടുന്നത്. അങ്ങനെ വരുന്ന സമയത്തും പല രീതിയിലുള്ള ബ്രേക്കിങ്ങിൻ്റെ
സ്റ്റെബിലിറ്റിയും ക്ഷമതയൊക്കെ നഷ്ടപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുന്നിലാണെങ്കിൽ കൂടിയും മുന്നിൽ എപ്പോഴും നമ്മൾ വാഹനത്തിൻ്റെ മുന്നിലിടുന്ന ടയർ നല്ല രീതിയിലുള്ള ഗ്രിപ്പുള്ള ടയറായിരിക്കണം മുന്നിലിടേണ്ടത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാഹനം പുറകിൽ ഇടത് ഭാഗം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുറകിൽ ഇടത് ഭാഗത്തെ ടയർ പ്രൊഫൈൽ, ടയർ എപ്പോഴും ഗ്രിപ്പ് ഉണ്ടായിരിക്കണം. മുന്നിലും അതുപോലെ തന്നെ. അപ്പോൾ ഇടത് ഭാഗത്ത് കുറച്ചുകൂടി കെയർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ വാഹനം ടാറ് വിട്ട് ഇറങ്ങുന്ന സമയത്ത് പലരും ഈ ഇതേപോലെ ചരളും മണ്ണും ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. ചിലപ്പം വണ്ടലൊക്കെ കയറിയിട്ട് ചെളി കെട്ടിയൊക്കെ കിടക്കാറുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയത്തും ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വണ്ടി കൊണ്ട് തെന്നി മാറുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ത്രെഡ് വെയർ ഇൻഡിക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ട്, ഇതാണ് ത്രെഡ് വെയർ ഇൻഡിക്കേഷൻ. ഈ ത്രെഡ് വെയർ ഇൻഡിക്കേഷൻ ഈ ലെവൽ ടയർ തേയ്മാനം വന്ന് എത്തുന്ന സമയത്ത് നിർബന്ധമായിട്ടും ടയർ മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും എല്ലാ വാഹനം ഓടുന്ന ഡ്രൈവർമാരും വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അതായത് കമ്പനി അവകാശപ്പെടുന്ന ടയർ ഏതാണോ അത് തന്നെ ഇടുവാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഇടുന്ന സമയത്ത് ഉള്ള ഗുണങ്ങളെന്ന് പറയുന്നത്, റൊട്ടേഷൻ ചെയ്യുന്ന സമയത്തും അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം കറക്റ്റ് നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 5000 കിലോമീറ്റർ വാഹനം ഓടുന്ന സമയത്തും ടയർ റൊട്ടേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടും വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ സേഫ്റ്റിക്കും സ്റ്റെബിലിറ്റിക്കും നല്ലതാണ്. അതുപോലെ തന്നെ 5000 കിലോമീറ്ററിൽ ടയർ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ 10000 റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്കിൽ നിന്ന് ടയർ ഇളക്കി തിരിച്ചിടും. അതായത് ചില ടയറിന്, അപ്പോളോയുടെ ടയറിനൊക്കെ ഇന്നറും ഔട്ടറും ഒക്കെ ഉണ്ട്. അപ്പം ഈ ടയറിനെ ഇളക്കി തിരിച്ചിടുന്ന സമയത്ത് ഈ ഭാഗം, ഈ ജോയിൻ്റ് വരുന്ന ഈ ഭാഗം പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമല്ല ഹൈഡ്രോളിക് മെഷീനിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ടയർ ഉടഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിലത്തെ ടയർ പിന്നിലേക്ക് ഇടുന്ന സമയത്ത് ഏത് ഭാഗത്താണ് തേയ്മാനം കൂടുതൽ ആ ഭാഗത്തെ സസ്പെൻഷൻ്റെ ഭാഗം മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും വാഹനത്തിൻ്റെ ടയറിൻ്റെ തേയ്മാനം കുറഞ്ഞ ഭാഗമെന്ന് പറയുന്നത് വലത് ഭാഗത്ത്, അതായത് ഏറ്റവും പുറകിൽ വലത് ഭാഗത്തായിട്ടാണ് ടയറിന് തേയ്മാനം കുറച്ച് കാണുന്നത്. അപ്പോൾ ഈ വലത് ഭാഗത്ത് ടയർ തേയ്മാനം കുറവെന്ന് പറയാൻ കാര്യമെന്ന് പറയുന്നത്, വലത് ഭാഗത്ത് ടേണിങ് കൂടുതലായതുകൊണ്ട് ഇടത് ഭാഗത്തെ ടയറിന്, വാഹനത്തിൻ്റെ ഇടത് ഭാഗത്തെ ടയറിന് പൊതുവെ തേയ്മാനം കൂടുതലായിരിക്കും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് കറക്റ്റ് ഏത് ഭാഗത്തുനിന്ന് തേയ്മാനം കൂടുതൽ അല്ലെങ്കിൽ ഏത് ഭാഗത്ത് തേയ്മാനം കുറവ് എന്ന് നോക്കി മനസ്സിലാക്കി കറക്റ്റ് ശരിയായിട്ടുള്ള രീതിയിൽ റൊട്ടേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എങ്ങനെ പോരുന്നാലും കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു മൈലേജിനെക്കാട്ടിയും കുറച്ചുകൂടി കൂടുതൽ മൈലേജ് നമുക്ക് ടയറിൽ നിന്ന് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആഴ്ച തോറും നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ എയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലർ മാസത്തിലായിരിക്കും ചെയ്യുന്നത്, ചിലർ കാറ്റ് കുറഞ്ഞ് അങ്ങ് അറ്റം പറ്റിയതിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആഴ്ച തോറും നമ്മുടെ വാഹനം ഡീസൽ അടിക്കാനോ പെട്രോൾ അടിക്കാനോ കയറുന്ന സമയത്ത് ആഴ്ച തോറും ടയറിൻ്റെ എയർ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. നമുക്ക് ചില പഴയ ഡ്രൈവർമാർക്ക് ഇതുപോലെ ടയറിൽ തട്ടി നോക്കുമ്പോഴറിയാൻ പറ്റും, അത് ടയർ കാറ്റ് കുറവുണ്ടോ, കാറ്റ് കൂടുതലാണോ, അല്ലെങ്കിൽ കാറ്റടിക്കാൻ സമയമായിട്ടുണ്ടോ എന്നെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് പമ്പിലൊക്കെ ഡീസൽ അടിക്കുന്നോ അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ നോക്കുന്ന സമയത്ത് അറിയുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ടയർ അപ്ഡേഷനാണ്. ഒരു കാരണവശാലും ഈ കാണുന്ന ടയറിൽ നിന്ന് മാറ്റി അപ്ഡേഷൻ ചെയ്യുവാനായിട്ട് പാടില്ല. അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സി പർപ്പസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് കിലോമീറ്റർ വേരിയേഷൻ വരുവാനും മറ്റു വാഹനങ്ങൾക്ക് ഓഫ് റോഡ് പോകുന്ന സമയത്ത് അത് മറ്റു പല സസ്പെൻഷൻ വിഷയങ്ങൾക്കും അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ മറ്റ് തകരാറ് വരുവാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അടിയൊക്കെ തട്ടും. അതുപോലെ തന്നെ ഉയരം കൂടിയ ടയറൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ വളയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഫ്രണ്ട് വീലാർച്ചിലും ഈ ഫെൻഡറിൻ്റെ സൈഡിലും അതുപോലെ തന്നെ പുറകിലൊക്കെ കയറി പിടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവരാണ് ടയർ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പോഴൊരു പ്രശ്നമില്ലെങ്കിൽ കൂടിയും ഭാവിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾക്ക് കാരണമാകും. സസ്പെൻഷൻ്റെ ബുഷിന് വരെ അത് വലിയ രീതിയിലുള്ള കംപ്ലൈൻറ്റ് വരുത്തി വയ്ക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും എല്ലാ വാഹനം ഓടുന്ന ഡ്രൈവർമാരും ഉടമകളും ശ്രദ്ധിക്കണം.